ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മെഡിറ്റേഷനും അഫർമേഷൻസും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മളെപ്പോഴും നമ്മളുടെ വൈബ്രേഷനെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളെയൊക്കെ നമുക്ക് വളരെ വേഗം സാധിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എനിക്കതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഒന്നും രണ്ടും വർഷമൊക്കെ എടുക്കുമെന്ന്, പക്ഷേ അത്രയൊന്നും എടുക്കില്ല. പലപ്പോഴും ഒരു മാസം പോലും എടുക്കാതെ നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കഴിഞ്ഞും ഇരട്ടിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ പ്രപഞ്ചശക്തി കൊണ്ടുതരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ്. അതിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ സംസാരത്തിലൊക്കെ ഒരു വൃത്തി, അതായത് വൃത്തി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ, ഒരു പരിശുദ്ധി ഉണ്ടായിരിക്കണം നമ്മുടെ സംസാരത്തിൽ. നമ്മുടെ ഉള്ളിൽ ഭയങ്കര വൃത്തികേടായിട്ടിരുന്നിട്ട് പുറമേ ഈ പൊലിപ്പിച്ച് ഭയങ്കര ഞാൻ നല്ല ഡീസൻ്റ് ആണെന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അത് നമ്മൾ വായിക്കൂടെ വരുന്നതല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ പ്രപഞ്ചശക്തിക്ക് ശരിക്കും തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ശുദ്ധമായിരിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ അഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ജേർണൽസ് ഒക്കെ എഴുതുമ്പം നമ്മുടെ മൈൻഡ്, നമ്മുടെ ഹൃദയം നല്ല ശുദ്ധിയുള്ളതായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. നമ്മൾ ഈ മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുക. ആ ജീവിത നിലവാരം എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യലി മാത്രമല്ല, നമ്മുടെ ക്യാരക്ടർ വൈസ് നമുക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവാനുണ്ട്. അതായത് ചില ആളുകളുണ്ട്, അവരുടെ ചിന്താഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് റെസ്പെക്റ്റ് കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ അവർ ഒരിക്കലും മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കില്ല. അവർക്ക് തോന്നുന്ന രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കും, തോന്നുന്ന രീതിയിൽ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യും. അത് ചില പ്രായം കൂടുതലുള്ളവരോടായിരിക്കാം, ചിലപ്പോൾ മക്കളോടായിരിക്കാം, മരുമക്കളോടായിരിക്കാം, പ്രായത്തിന് ഇളയവരോടൊക്കെ ആയിരിക്കാം. അവർക്ക് ദേഷ്യം വന്നാലും ചിലപ്പോൾ ചീത്ത, അല്ലെങ്കിൽ ശരിക്കും ആ തെറി വരെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരോട് തിരിച്ച് ഇവരാരെങ്കിലും റിയാക്ട് ചെയ്താൽ, കാരണം ഇങ്ങനെയൊക്കെ പെരുമാറുമ്പം കുറേയൊക്കെ ആദ്യം എല്ലാവരും പേടിച്ചിരിക്കും. കുറേ കഴിയുമ്പോഴത്തേക്കും അതൊരു വെറുപ്പായി മാറും, പിന്നെ മൈൻഡ് ചെയ്യാതെയാവും, പിന്നെ അത് വിലയില്ലാതെയാവും അല്ലേ. ഒരാൾക്കും അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേയൊക്കെ എല്ലാവരും ഒന്ന് പേടിച്ചിരിക്കും. അങ്ങനെ പല രീതിയിൽ പിന്നെ മാറ്റങ്ങൾ വരും അല്ലേ. പിന്നെ ഇങ്ങനെയുള്ളൊരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ, അല്ലെങ്കിൽ നമുക്കൊരു വില തരാത്തയാളെ നമ്മൾ എന്തിന് മൈൻഡ് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ എല്ലാവരും അങ്ങ് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും അല്ലേ. എല്ലാവർക്കും, കുട്ടികൾക്ക് വരെ ആഗ്രഹം അവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പോൾ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടേണ്ടത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നതുകൂടി നമ്മളെപ്പോഴും ഓർക്കുക. അപ്പോൾ ഈ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമല്ല, നമ്മൾ ക്യാരക്ടർ വൈസ് നമ്മൾ ഒരുപാട് ഉയരാനുണ്ടെന്നുള്ളത് ചിന്തിക്കുക. ഡേ ബൈ ഡേ, ഓരോ ദിവസവും എനിക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മളുടെ ചിന്ത. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫിനാൻഷ്യൽ വൈസ്, നമ്മുടെ കരിയർ വൈസ്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക്, അങ്ങനെയുള്ള നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ളവർക്ക് കൂടിയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും മെഡിറ്റേഷനിൽ നമ്മളെ മറ്റുള്ളവരെയല്ല മാറ്റാൻ ശ്രമിക്കുന്നത്, നമ്മളെയാണ്. നമ്മുടെ ആഗ്രഹത്തിനൊത്ത്, നമ്മുടെ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ച രീതിയിൽ ലൈഫിനെ മാറ്റാനാണ് നമ്മൾ ശരിക്കും നോക്കുന്നത്. അപ്പോൾ നമ്മൾ മാറേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരിക്കും ആദ്യം. പലപ്പോഴും മറ്റുള്ളവരെ നന്നാക്കാനാണ് എല്ലാവരും നോക്കുന്നത്, നമ്മൾ ചേഞ്ച് ചെയ്യാം. അതായത് ഇത്തരം നെഗറ്റീവ്സ് ക്യാരക്ടർ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് യാതൊരു വിലയും കൊടുക്കാത്ത, മറ്റുള്ളവരെ ഏത് മോശമായിട്ടുള്ള രീതിയിലും ട്രീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഒരു മടിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങൾ, അങ്ങനെയുള്ള പെരുമാറ്റങ്ങളൊക്കെ ഒഴിവാക്കാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരുന്നാൽ മാത്രമേ നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മുടെ കൈപ്പിടിക്കുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ, ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളോട് മോശമായിട്ട് ആരെങ്കിലും പെരുമാറുകയാണ്, സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കാൻ നോക്കുക. കാരണം നമ്മുടെ നിലവാരം കണ്ടിട്ടെങ്കിലും അവർക്ക് ഒരു നാണം തോന്നട്ടെ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ കൊണ്ടുവരണം. ആ ഒരു രീതിയിൽ ചിന്തിക്കുക. അതായത് ചിലവർ എന്തും ഏത് രീതിയിൽ പെരുമാറാനും, ചിലപ്പോൾ ഗർഭിണിയാണെന്ന് ഉള്ളൊരു ചിന്ത കാണത്തില്ല, അല്ലെങ്കിൽ ഒരു വയ്യാഴികയാണെന്നുള്ളൊരു ചിന്ത കാണത്തില്ല, പ്രായം ഉള്ളവരാണെന്നുള്ള ചിന്ത കാണത്തില്ല, മരുമക്കൾ, അല്ലെങ്കിൽ നമ്മൾ അവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ല, അത് മോശമാണ് എന്നുള്ള ഒരു ചിന്ത പോലും ചിന്തിക്കാതെ ഏത് മോശം രീതിയിലും അവർക്ക് ദേഷ്യം വന്നാൽ അവർ പെരുമാറാൻ ഒരു മടിയും കാണിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ആ രീതിയിൽ നിൽക്കാൻ പഠിക്കുക.
അതായത് നിങ്ങൾ അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡിനെ സെറ്റ് ചെയ്യുക. നിങ്ങളൊരു നിലവാരമുണ്ടല്ലോ, അത് പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ അത് കണ്ടെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു നാണം ഉണ്ടാവണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ആകുമ്പോൾ നമുക്കൊരു വില കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അവർക്കൊരു ചമ്മലുണ്ടാവണം. അതുകൊണ്ടും മാറാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവരെ നോക്കണ്ട, അവരെ മൈൻഡ് ചെയ്യണ്ട എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ഒരു പരിധിക്കപ്പുറം ടോക്സിക് ആയിട്ടുള്ള ആളുകളെ ലൈഫിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ സ്വയം നഷ്ടപ്പെടാം എന്ന് മാത്രമേ ഉള്ളൂ കാര്യം. അങ്ങനെ സ്വയം നഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ ലൈഫ് പോവും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അയ്യോ അവൻ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ലൈഫ് ലോങ് ജീവിക്കാനൊന്നും പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെ ചേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, മറ്റുള്ളവരെ ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ നല്ലൊരു നിലവാരം, ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുക. ആ സ്റ്റാൻഡേർഡിൽ നമ്മുടെ കുടുംബം, ഇനിയിപ്പോൾ നമുക്ക് മക്കളുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ ആ രീതിയിൽ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു ഫാമിലി സർക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ നല്ല വാല്യൂസും ആ നല്ല നിലവാരവും ഒക്കെ നമ്മുടെ ഫാമിലിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. മറ്റുള്ളവരെ എത്രയധികം മാറ്റാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ നല്ല വാല്യൂസ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മൾ ജസ്റ്റ് വീഡിയോസ് മാത്രം കണ്ടും കേട്ടും പോയാൽ പോരാ. നമുക്ക് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽഫ് ഹെൽപ്പ് ബുക്സ് ഉണ്ട്. ആ സെൽഫ് ഹെൽപ്പ് ബുക്സ് നമ്മൾ വാങ്ങിക്കണം. ഒരുപാട് കോംബോ ഓഫേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ, പ്രത്യേകിച്ച് ഫ്ലിപ്കാർട്ടിൽ. ഞാൻ എൻ്റെ ബുക്സ് എല്ലാം വാങ്ങിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ചിലതൊക്കെ ഹാർഡ് കോപ്പി കിട്ടാനായിട്ട് 1-2 എണ്ണമൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഞാൻ ബുക്സാണ് എപ്പോഴും വാങ്ങിക്കുന്നത് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമാണ് ബുക്സ് വാങ്ങിച്ച് വയ്ക്കാനും അത് വായിക്കാനും. എനിക്ക് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അത് ബുക്സ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങൾ ഞാൻ പറയാറില്ലേ നമ്മളുടെ ഡയറിയിൽ വിഷ് ലിസ്റ്റ് എഴുതി വെക്കണമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വിഷ് ലിസ്റ്റാണ് ഫ്ലിപ്കാർട്ടിലെ കാർട്ട്, മൈ കാർട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ആ കാർട്ടിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അത് കാർട്ടിൽ ഇട്ടിങ്ങനെ വെക്കുക. ഞാനത് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നാളെ ആ സാധനം നമ്മുടെ കയ്യിൽ എത്തിയിരിക്കും. എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ കാർട്ടിലിട്ട് വെക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഓൺലൈൻ വഴി അല്ലാതെയും എനിക്ക് വാങ്ങിക്കാൻ പറ്റാറുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റി ഇങ്ങനെ വയ്ക്കും. അപ്പോൾ എനിക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ഞാൻ ആ ഒരു കാർട്ടിനകത്ത് ഇട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് ബുക്സ് എനിക്ക് വാങ്ങിക്കാൻ പറ്റി. എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ ആ ബുക്സിനെ കാണുന്നത്. കാരണം അങ്ങനെ ബുക്സ് വായിക്കുന്നതിൽ പിന്നെ എനിക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ട്. കാരണം ഞാൻ നേരത്തെയും ബുക്ക് വായിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഈ റീഡിംഗ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒത്തിരി ടെൻഷൻസും പ്രശ്നങ്ങളും ഡിപ്രഷൻസും സ്ട്രെസ്സും ഒക്കെ അനുഭവിച്ച ഒരാളായിരുന്നു ഞാൻ. പ്രത്യേകിച്ച് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി, അത് കഴിഞ്ഞിട്ട് എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഒരാൾ പോലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ, എൻ്റെ ഹസ്ബൻഡ് പ്രവാസിയാണ്, അപ്പോൾ എനിക്ക് ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യാനോ ഒന്നിനും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ഭയങ്കര ഡിപ്രഷൻ സ്റ്റേറ്റിലായിരുന്നുകൊണ്ട് തന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ആ പ്രഗ്നൻസി അങ്ങനെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞിനും എനിക്കുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുകൾക്ക് ഒരിക്കലും കുറ്റബോധമൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാനും എൻ്റെ കുഞ്ഞും മാത്രമാണ് അനുഭവിച്ചത്. അപ്പോൾ അപ്പോൾ ഞാനതാണ് നേരത്തെ പറഞ്ഞത്, ചില ആളുകളുണ്ട് അവരൊരിക്കലും മാറില്ല. മറ്റുള്ളവരെ ഇട്ട് ക്രൂശിക്കുന്നത്, മറ്റുള്ളവരെ ഇട്ട് വേദനിപ്പിക്കുന്നത്, അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്തുന്നതാണ്. അതിൽ അവർ സിക്കാണെന്നോ പ്രഗ്നൻ്റ് ആണെന്നോ ഏജ്ഡ് ആണെന്നോ ചെറുതാണെന്നോ കുഞ്ഞുങ്ങളാണെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ഇല്ലാതെ അവർക്ക് തോന്നുന്ന രീതിയിൽ പെരുമാറുന്ന സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാക്കിത്തരുന്ന ചില സ്ട്രെസ് മെൻ്റൽ കണ്ടീഷനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഉള്ള ഏറ്റവും വലിയ മാർഗ്ഗം മെഡിറ്റേഷൻ, യോഗ പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണണം, കേൾക്കണം. അതിൽ മെഡിറ്റേഷൻ മ്യൂസിക് ഉണ്ട്, അതൊക്കെ കേട്ട് ഇരിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അതിലുപരി നമ്മൾ റീഡിങ് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് തന്നെ ആക്കണം. നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. എൻ്റെ പല വീഡിയോസിലും ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ബുക്സിനെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പതുക്കെ ആദ്യമേ നിങ്ങൾക്ക് ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ബുക്സിലേക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നോവൽസ്, ചെറിയ നോവൽസൊക്കെ വായിച്ച് തുടങ്ങുക. അപ്പോൾ തുടക്കത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ
വെച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പതുക്കെ പതുക്കെ അല്ലാത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ വായനയ്ക്ക് ഒരു തുടക്കം പതുക്കെ പതുക്കെ സ്ട്രോങ് ആക്കി കൊണ്ടുവരാനായിട്ട് വളരെ നല്ലതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മുടെ പേഴ്സണാലിറ്റിയെ മാറ്റിമറിക്കാനായിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താനായിട്ടും ഈ ബുക്ക് റീഡിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് നമ്മുടെ ഇന്നർ വേൾഡിനെ അത് ഒരു ഭയങ്കര സംഭവമാണെന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാക്കിത്തരും. നമ്മുടെ ചിന്തകൾ നമുക്ക് ഓരോ അനുഭവങ്ങളിലും കൂടി നമുക്ക് ഉണ്ടാക്കി തന്ന ചിന്തകളൊക്കെ കറക്റ്റായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാക്കിത്തരും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് റിയലൈസേഷൻ റീഡിങ്ങിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ അത് ഞാൻ തന്നെയാണെന്ന് ഞാൻ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണത്. അപ്പോൾ എൻ്റെ സ്ട്രഗിളിൻ്റെ കൂടെ ഞാൻ എന്തോ ഒരു സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ മക്കളെൻ്റെ കൂടെ, ഞാനും എൻ്റെ മക്കളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റോൾ മോഡൽ അവരും ഞാനും കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ പ്രൗഡ് ഫീൽ തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മുടെ ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ മിസ്റ്റേക്സ് നമുക്കെല്ലാത്തിനെയും ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളെയും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും. റീഡിങ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, പേഴ്സണലി നമുക്ക് ഒത്തിരി ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് റീഡിങ്ങിന് സാധിക്കും. നിങ്ങളൊന്ന് വായിച്ച് തുടങ്ങുക. തുടങ്ങുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. ഈ ഒരു വേൾഡിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകാൻ പറ്റില്ല. കാരണം അതിൻ്റെ റിസൾട്ട്, ആ ഒരു വേൾഡ് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് ചേഞ്ച് വരും കേട്ടോ. നമ്മുടെ ചിന്തകളിൽ, സംസാരത്തിലൊക്കെ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ട് കളയണം. ഇതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും പല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാനൊക്കെ ഈ സെൽഫ് ഹെൽപ്പ് ബുക്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരുപാട് ബുക്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. മറക്കരുത്, നമ്മുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടിട്ട് നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാർ ഒന്ന് ചമ്മട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു ചേഞ്ച് വരട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു ഷെയിം ഫീൽ തോന്നട്ടെ. അയ്യേ മോശമായി, ഞാൻ ചെയ്തത് മോശമാണെന്നുള്ളൊരു ഫീൽ അവർക്കുണ്ടാവണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ.